നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കാർ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ എയർ ബാഗിനടിയിൽപ്പെട്ട കുഞ്ഞിന് ദാരുണാന്ത്യം. പലപ്പോഴും കാറിൽ യാത്ര ചെയ്യുമ്പോൾ മുന്നിലെ സീറ്റിൽ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി യാത്ര ചെയ്യരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകാറുണ്ട്. ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടായാൽ എയർ ബാഗ് പുറത്തു വന്നാൽ അത് കുഞ്ഞുങ്ങളുടെ മരണത്തിലേക്ക് വരെ നീങ്ങുന്നതിനാലാണ് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇവിടെയും ഇത്തരത്തിൽ തന്നെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് ദാരുണമായ സംഭവം. കൽപ്പാക്കം സ്വദേശിയായ വീരമുത്തുവിന്റെ മകൻ 7 വയസ്സുകാരനായ കെവിനാണ് മരിച്ചത്. മാതാപിതാക്കളും മറ്റു 2 പേരും അടങ്ങിയ സംഘമായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. കൽപ്പാക്കത്ത് നിന്നും റെന്റഡ് കാറിലാണ് കുടുംബം സഞ്ചരിച്ചിരുന്നത്. 26-കാരനായ വിഘ്നേഷ് ആയിരുന്നു റെന്റ് കാറിന്റെ ഡ്രൈവർ. ഓൾഡ് മഹാബലിപുരം വഴി ആലന്തൂരിലേക്ക് പോകവെ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് വലത്തേക്ക് വെട്ടിച്ചു. ഇതോടെ പിന്നിൽ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രിക്കാൻ ഡ്രൈവർക്കായില്ല. മുന്നിലുള്ള കാറിലേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിലെ എയർ ബാഗ് പുറത്തേക്ക് വന്ന് കുട്ടിയുടെ ദേഹത്തേക്ക് ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ കുട്ടിയുടെ ബോധം പോയി. പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇൻഡിക്കേറ്റർ ഇടാതെ മുന്നിലെ കാർ പെട്ടെന്ന് വഴിതിരിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസ് പറഞ്ഞത്. മുൻസീറ്റിലായിരുന്നതിനാൽ എയർ ബാഗ് ഇടിച്ചുള്ള ആഘാതം മാരകമായിരിക്കാമെന്ന് പോലീസ് പറഞ്ഞു. കെവിന്റെ മൃതദേഹം ചെങ്കൽപ്പേട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ഇതിനുശേഷമേ മരണകാരണം വ്യക്തമാകും. അപകടത്തിന് കാരണമായ വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെ അശ്രദ്ധ, അപകടകരമായ ഡ്രൈവിംഗ് എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.